കോൺഗ്രസിന്റെ ഭാവി നീക്കങ്ങൾ തീരുമാനിക്കാനുള്ള വിശാല പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ തുടങ്ങി. സംഘടനയുടെ താഴെത്തട്ടിൽ കൂടുതൽ അധികാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ രൂപരേഖ തയ്യാറാക്കിയേക്കും. സമകാലിക വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കേണ്ട നയവും ചർച്ചയാകും. വിദേശത്തുനിന്ന് മടങ്ങിയെത്താത്തതിനാൽ പ്രിയങ്ക ഗാന്ധി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അഹമ്മദാബാദ് യോഗം ചരിത്രപരമെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ത്യ നേരിടുന്ന സാമ്പത്തികമായ ക്രൈസിസ്, ഈ ട്രംപിൻ്റെ പുതിയ നയങ്ങൾ, ടാരിഫിൽ ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫും ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. അതിനൊപ്പം രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പൊതുവേദി കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ്സാണ് മുൻകൈ എടുക്കുന്നത്. ഇന്ത്യ അലയൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും BJPക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇതിപ്പോൾ വിശാല പ്രവർത്തക സമിതി യോഗം ഏതാണ്ട് 11:30-12 മണിയോടെ തുടങ്ങിയിട്ടുണ്ട്. അത് പുരോഗമിക്കുകയാണ്. നാളെയാണ് ഈ AICCയുടെ സമ്മേളനം നടക്കാൻ പോകുന്നത്, യോഗം നടക്കാൻ പോകുന്നതും. പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം എന്തൊക്കെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം? വിജയകുമാർ, ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തിൽ അഹമ്മദാബാദിലെ അവിടെ ഇപ്പോൾ ഈ യോഗം പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ സമയം ഇപ്പോൾ പിന്നിടുന്നുണ്ട്. പ്രധാനമായും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പാർട്ടിയുടെ താഴേക്കിടയിലേക്ക് അധികാരം അത് കൂടുതൽ നൽകണം, ആ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമാണ് ഉയർന്നു വരുന്നത്. അതിന് മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്ന് DCCകൾക്ക് കൂടുതൽ അധികാരം നൽകണം. DCC അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് എല്ലാ ജില്ലകളിലും 5 അംഗ സമിതി എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ DCC അധ്യക്ഷന്മാർ ക്ഷണിതാക്കളായി പങ്കെടുക്കും എന്നതാണ്. അതായത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ നിർദ്ദേശവും അവർക്ക് കൂടുതൽ അധികാരവും അവരുടെ സ്വരത്തിന് കൂടുതൽ കരുത്തുമൊക്കെ കിട്ടാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടത്. അതോടൊപ്പം തന്നെ DCC അധ്യക്ഷന്മാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അവർക്ക് തൽക്കാലം മാറി നിൽക്കണം. അത്തരം സാഹചര്യത്തിൽ മാറി നിന്ന് പാർട്ടിയെ നയിക്കാൻ അവർ തയ്യാറാകണം എന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലൊരു തീരുമാനം ഇത് അതേപടി അംഗീകരിക്കുക അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്. അതിനുശേഷം ഇതൊരു പ്രമേയമായി നാളത്തെ AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഏതായാലും ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ മറ്റു വിഷയങ്ങൾ കൂടിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് പാർട്ടി ഇനി സ്വീകരിക്കേണ്ട നയങ്ങൾ, വഖഫ് അടക്കമുള്ള കാര്യങ്ങൾ, പാർട്ടി ഇതുവരെ സ്വീകരിച്ച നയം അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു തീരുമാനം ഈ ഉന്നതാധികാര സമിതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അവർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയില്ല. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഇനിയിപ്പോൾ ഈ വർഷം അവസാനത്തോടെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളത്തിലടക്കം ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വരാനുള്ള സമയമാണ്. അതുകൊണ്ട് ആ തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് AICC ജനറൽ സെക്രട്ടറി എന്ന പദവിക്കപ്പുറത്തേക്ക് സ്പെസിഫിക്കായി ഏതെങ്കിലും കൃത്യമായ ഒരു റെസ്പോൺസിബിലിറ്റി നൽകേണ്ടതുണ്ട്. അതേക്കുറിച്ച് കൂടി ചർച്ച ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ ചർച്ച മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ ഈ യോഗത്തിന് ശേഷം പിന്നീട് ഒരു പ്രാർത്ഥനാ യോഗം സബർമതി ആശ്രമത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. സബർമതി റിവർ ഫ്രണ്ടിൽ വെച്ച് പിന്നീട് രാത്രി കലാപരിപാടികളുമുണ്ട്. നാളെയാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവം കൂടി നടക്കാൻ പോകുന്നത്. 64 വർഷങ്ങൾക്ക് ശേഷം, 6 പതിറ്റാണ്ടിന് ശേഷം ഗുജറാത്തിൽ ഒരു AICC സമ്മേളനം നടക്കാൻ വേണ്ടി പോവുകയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനുശേഷവും കണക്കൂട്ടിയാൽ 6 തവണയാണ്. ഏറ്റവും ഒടുവിൽ 61-ൽ ഭാവ്നഗറിൽ നടന്നതാണ്. അതിനുശേഷം നടക്കുന്ന നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന സമ്മേളനം എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ, മോദിയെ നേരിടാൻ മോദിയുടെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നുള്ളൊരു നിലപാടാണ്, എന്നൊരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം ഗുജറാത്തിൽ വെച്ച്, അഹമ്മദാബാദിൽ വെച്ച് നടത്തുന്നതിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും CWC യോഗം ഇപ്പോൾ, വിശാല CWC യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അഹമ്മദാബാദിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. സമ്പൂർണ്ണ പ്രവർത്തക സമിതി യോഗം തുടരുകയാണ്. നാളെയാണ് AICC സമ്മേളനം. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സംഘടനാ തലത്തിൽ കോൺഗ്രസിൽ നിന്ന് നാളത്തെ AICC സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്.